അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഉച്ച മുതലുള്ള വ്ളോഗാണ് തുടങ്ങിയത്. രാവിലെ കുറച്ചധികം ബിസി ആയ കാരണം നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി ഫിഷ് റെസിപ്പി, പിന്നെ ഇടയ്ക്ക് കറി വയ്ക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ വെക്കാൻ പറ്റിയൊരു ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു തൈര് കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഞങ്ങളിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തൈര് കറി ആദ്യം കാണാം അല്ലേ. ഞാൻ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു തക്കാളി, ഇനിയും മാക്സിമം കുഞ്ഞാക്ക് മുറിക്കുക കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിത് ആവശ്യമുണ്ട്, പിന്നീട് എടുക്കാം. അപ്പോഴത്തേക്കും ഈ തൈരും തക്കാളിയും പച്ചമുളകും ഒക്കെ ഈ തൈരിൽ സോക്കായിട്ട് ഇരിക്കട്ടെ കേട്ടോ. പിന്നെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുക്, ഉലുവ ഒന്ന് പൊട്ടിച്ച ശേഷം അതിലോട്ട് ഒരു വലിയ ഉള്ളി, ഇനിയിപ്പോൾ ചുവന്ന ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മയം വരുത്തുക കേട്ടോ. അതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച് നമ്മുടെ തൈരില്ലേ, അത് ഇതിലോട്ടങ്ങ് കൊട്ടി കൊടുക്കുക കേട്ടോ. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞതാക്കി മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി പെട്ടെന്ന് മെൽട്ടായി കിട്ടും കേട്ടോ. എൻ്റെ കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഇളക്കിയെടുക്കുകയാണ്, പിരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ തക്കാളി ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. മെൽട്ടായിട്ട് എന്നല്ല പറയേണ്ടത്, വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. പിന്നെ ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി മാത്രം മതി കേട്ടോ, അത് ചോപ്പ് ചെയ്ത് ചേർത്താൽ മതി. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കണം. എന്നിട്ട് ഇതുപോലത്തെ കട്ട തൈരങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇച്ചിരി ചില്ലി ഫ്ലെക്സും, ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വയ്ക്കാം. ഇത്രയും ക്രീമി ആയിട്ട് കട്ടിയായിട്ട് തന്നെ നമ്മുടെ ഈ കറി ഇരിക്കട്ടെ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ തൈര് കറി റെഡി ആയിട്ടുണ്ട്. ചോറിലേക്ക് മട്ടരി ചോറും ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ മീൻ മുളകിട്ടത് ഇതെല്ലാം കൂട്ടി ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ ചുറ്റുമുള്ളതൊന്നും കാണൂല എന്ന് പറഞ്ഞ പോലെയാണ്. അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് അതിൻ്റെ വീഡിയോയും കൂടെ കാണാം അല്ലേ. അതിൽ ഞാൻ തലേ ദിവസം മസാല കൂട്ടി വെച്ച നമ്മുടെ സാധാരണ മസാല കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, അതുപോലെ നാരങ്ങയുടെ നീര്, ഉപ്പ്, ഇതൊക്കെ. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ മസാല കൂട്ടി അപ്പോൾ പൊരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് മീൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ ഞാൻ ഒരു 3 വലിയുള്ളി, കറിവേപ്പില, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഇതൊന്ന് വഴണ്ട ശേഷം നമുക്കിതിലോട്ട് ഇച്ചിരി നാരങ്ങയുടെ നീരും കൂടെ നിർബന്ധമാണ് കേട്ടോ, മറക്കരുത്. പിന്നെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പകുതി മസാല എടുത്തിട്ട് ആദ്യം നിരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലോട്ട് നിരത്തി വെക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ വാഴൻ്റെ ഇലയിലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ വാഴൻ്റെ ഇലയൊന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊള്ളിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ചട്ടി ഒന്ന് ഓണാക്കുക, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടെടുത്താൽ അടിപൊളി ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ. മുകളിൽ വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സംഗതി സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ സാലഡിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊരു അടിപൊളി സാലഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതിന് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ രീതിയിലുള്ള സാലഡ്. പക്ഷേ സമയം കിട്ടിയില്ല. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കാം. വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സാലഡ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വലിയൊരു റിസർച്ച് തന്നെ എനിക്ക് നടത്തേണ്ടി വരും. എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കൊണ്ടുവച്ചു. പപ്പാക്ക് പകുതി മീൻ മതി പറഞ്ഞു. ഞാനും മമ്മിയും ഓരോ മീൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. വലിയ മീനാണ് കേട്ടോ, മീൻ മാത്രം മതി, വേറെ കറികളൊന്നും ആവശ്യമില്ല. മസാല ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ കൈ നക്കുന്ന സ്വഭാവം. വല്ല അച്ചാറൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ ഞാൻ അതിനെ നക്കിയെടുക്കാറുണ്ട്. അതിന് ഇത്ര വലിയ പ്രശ്നമൊന്നുമല്ല, നമ്മുടെ സ്വന്തം വീട്ടിലല്ലേ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു.
ഫുഡ് അടിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കറിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയും. കുഴിയാനെന്ന് പറഞ്ഞാൽ നമ്മൾ പരിപ്പ് വേവിച്ച ഇതൊന്നും രണ്ട് ശരിക്കും പുളി കുഴിഞ്ഞിട്ട് അത് നന്ദിമീനുണ്ടെങ്കിൽ ഒരു പറ ചോറും കോമ്പിനേഷൻ. അത് വറ്റിച്ചത്, ഇത് വറുത്തതും മുളക് വറുത്ത പുളിയും അതിന് പൊളിച്ചാടും നങ്കിമീൻ വറുത്തതും കണ്ടത് പയറുപ്പേരി, അത് മൂന്നുമാണ് കോമ്പിനേഷൻ. നല്ല നാടൻ പയറ് പാടത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന പയറുപ്പേരി, ഉണക്ക നങ്കി വറുത്തതും അത് ശരിക്കും പൊളിച്ചാടും. അപ്പോൾ ചോറ് പോണ വഴിയാറില്ല, അത് ശരിയാണ്. അങ്ങനെ പാലക്കാടൻ സ്പെഷ്യൽ മുളക് വറുത്ത പുളിനെ കുറിച്ചാണ് ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ പാത്രമെല്ലാം കഴുകി ഇത്തിരി റെസ്റ്റ് എടുക്കുമ്പോഴത്തേന് നമ്മുടെ പിള്ളേരെത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അയൻകുട്ടി ആകെ ടയേർഡായിരിക്കുകയാണ്. റിഹാൻ വന്നതും ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് പുലാവ് ബാക്കിയുണ്ടായിരുന്നു, പ്ലേറ്റ് കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ടില്ലേ, ഏതിലാണ് ചിക്കൻ കൂടുതൽ അത് എടുക്കും കേട്ടോ. പക്ഷെ ഞാൻ കറക്റ്റായിട്ടേ വിളമ്പുള്ളൂ രണ്ടുപേർക്കും. ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കില്ല. അപ്പോൾ എന്തായാലും ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്ന മുന്തിരിയാണ്, അതിനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്, പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 പീസ് നാരങ്ങ ഒഴിച്ചു കൊടുക്കണം, നാരങ്ങയുടെ നീര് വേണം, പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പം ബ്ലെൻഡ് ചെയ്ത് എടുത്തപ്പോഴാണ് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ബാക്കിയുള്ള മുന്തിരിഞ്ഞൊക്കെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറെടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ തണുപ്പ് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു, കാരണം പെട്ടെന്നെങ്ങാനും ജലദോഷം കാര്യങ്ങളൊക്കെ വന്നാൽ 10ാം ക്ലാസ് പരീക്ഷ കൊള്ളാവും. അത് കാരണം ഞാൻ തണുത്തത് കൊടുക്കുന്നില്ല, ആ ഒരു ഫ്രൂട്ടിനുള്ള തണുപ്പ് തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ റിഹാൻ അവിടെ ഫുഡ് അടിക്കുന്നു, അയൻകുട്ടി ജ്യൂസും കുടിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവനൊരു സിപ്പ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു നീ കുടിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞു, ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ തന്നു കേട്ടോ. അങ്ങനെ അയൻ പോയി. ഞാനിതാ 5 മണിയാകുമ്പോഴത്തേക്ക് എണിച്ചു. പിന്നെ നമ്മുടെ ഹോളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ നെഗറ്റീവ് ആൾക്കാരുടെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടല്ലേ വീഡിയോ നിർത്തിയത്. ആക്ച്വലി എനിക്കുണ്ടല്ലോ പോസിറ്റീവിലൂടെ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നെഗറ്റീവ് കമൻറ്റിലൂടെ അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം എൻ്റെ പഴയ ചാനലിൽ ഇതുപോലൊരു വീഡിയോ വൈറലായിട്ട് ഭയങ്കര നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് എനിക്ക് വന്നത്. എനിക്കല്ല, എൻ്റെ ഒരു ഡിഷിന് വന്നത് കേട്ടോ. അന്ന് ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിച്ചിരുന്നില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ ഒരു സംഭവം എൻ്റെ ഈ ചാനലിൽ നടന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പിക്കിൾ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഒരുപാട് എണ്ണ കൂടിയിട്ട് ഒത്തിരി കമൻറ്റ് വായിച്ച് ഞാൻ ചിരിച്ചു മരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടെ വായിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കമൻറ്റ് കേട്ടോ, വീഡിയോ എടുക്കല്ലേ, എണ്ണ ഒട്ടും കുറയ്ക്കണ്ട. ഓക്കെ. പിന്നെ അടുത്തത്, എണ്ണ കണ്ട് കമൻറ്റ് നോക്കിയതാ, മുഴുവൻ എണ്ണ വിനീഗർ പോലെ എണ്ണ. ഇങ്ങനെ ആ കുട്ടി കമൻറ്റ് നോക്കാൻ വന്നപ്പോൾ അതിൽ ഫുള്ള് എണ്ണനെ കുറിച്ചാണെന്ന് കണ്ടപ്പോൾ പിന്നെ ആ കുട്ടി ഒന്നും മിണ്ടിയില്ല എന്നാണ് അർത്ഥം. എണ്ണ ഫ്രൈ ആണോ, എന്തിനാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയ ആൾക്കാരെ കാണിക്കുന്നത്? പാചകം പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ ഇതുപോലെ അനുകരിക്കില്ലേന്ന്. എണ്ണ, ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എനിക്കങ്ങനെ തോന്നിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് എണ്ണയുള്ള ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്ര എണ്ണ ആവശ്യമില്ലെങ്കിൽ ഞാനത് അത്രയും ഒഴിക്കില്ല. അതേപോലെ കോമൺ സെൻസുള്ള എല്ലാവരും ആയിരിക്കും ഈ കുക്കിങ്ങൊക്കെ. ആരെങ്കിലും അതേപോലെ കോപ്പി അടിക്കുന്ന ആൾക്കാരുണ്ടോ? അത് അത്രയും പഞ്ചസാര ഇട്ടു, അതുകൊണ്ട് അത്രയും നമുക്ക് ഇടാം, അങ്ങനെയല്ലല്ലോ. നമുക്ക് അത്ര പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ നമ്മളത് ഇടില്ലല്ലോ. ഞാനങ്ങനെയാണ് കേട്ടോ പഠിച്ചിരിക്കുന്നത്, ചെയ്യാറും. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഈ ഒരു വ്ളോഗ് ഉണ്ടല്ലോ, കുറച്ച് ദിവസം മുന്നേ എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ വ്ളോഗിന് ഏതിൽ കൊണ്ടുപോയി ഇടണം എന്നറിയില്ല. അപ്പോൾ ഇന്ന് ഈവനിങ് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വ്ളോഗിൽ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, ലെങ്ത്തും വേണമല്ലോ. അപ്പോൾ എന്തായാലും കണ്ടാൽ തന്നെ അറിയാം, പപ്പായ നശിപ്പിച്ചു എണ്ണ ഒഴിച്ച്.
ഞങ്ങളിവിടെ ആ പപ്പായ അച്ചാർ സുഖമായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, വിനീഗർ കൂടുതലാണ്. ഇല്ല, കറക്റ്റായിരുന്നു. നമുക്ക് അത്രയും പുളി വേണമായിരുന്നു. എന്തോരം എണ്ണയാ. ശരി, എണ്ണ കുറച്ച് കൂടിപ്പോയി, ക്ഷമിക്കൂ സഹോദരി. അയ്യോ, ഇത്രയും എണ്ണയോ? ഇത്രയധികം എണ്ണ ഉപയോഗിക്കരുത്, അതിനോ. പക്ഷേ നമുക്ക് അച്ചാറൊക്കെ ഇടുമ്പോൾ എല്ലാവർക്കും കുറച്ച് എണ്ണ വേണം. ഞാനൊരു ചാനൽ കാണാറുണ്ട് കേട്ടോ, അവർ അച്ചാർ ഇടുമ്പോൾ നല്ല പോലെ എണ്ണ ഒഴിക്കാറുണ്ട്. ആ എണ്ണ, ഉപ്പ് ഇതെല്ലാമാണ് അച്ചാറിനെ കേട് വരുത്താണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയാറ്. ഞാൻ ആ പിക്കിലിട്ട ശേഷം ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടില്ല. ഇനിയും അത് കേട് വന്നിട്ടില്ല, കഴിഞ്ഞിട്ടുമില്ല കേട്ടോ. ആ അച്ചാർ നമ്മൾ ഒറ്റയടിക്ക് തിന്ന് തീർക്കലല്ലോ, കുറച്ച് കുറച്ചല്ലേ കഴിക്കുന്നത്. അസുഖം വരും, അറിയാം, അസുഖം വരും. നമ്മൾ എണ്ണ ഇതൊക്കെ ഒരുപാട് യൂസ് ചെയ്താൽ നമ്മൾ അസുഖം വരും, അറിയാം. എണ്ണ അച്ചാറാണ്, നല്ലതല്ല. അയ്യോ, എന്തിനാ ഇത്ര എണ്ണ? ഇതിൻ്റെ കാൽഭാഗം എണ്ണ ഉപയോഗിച്ചാൽ ഞാനും ഉണ്ടാക്കാറ്. അങ്ങനെ മതി, നിങ്ങൾക്ക് എത്ര എണ്ണ വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഇത്രയും എണ്ണ ഉപയോഗിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അത്രയും എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ട്രൈ ആക്കിയാൽ പിന്നെ ഒന്നും വേണ്ട, എണ്ണയും വിനീഗറും. അങ്ങനെ ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ. എണ്ണയിലിട്ട് പൊരിക്കുകയാണോ, എണ്ണ ഓവർ, വെള്ളമാണോ എണ്ണയാണോ എന്നറിയാൻ വീഡിയോ 2 പ്രാവശ്യം കണ്ടു. എന്തോരം എണ്ണയാ, ഓയിൽ മറിഞ്ഞോ. പിന്നെ ചേച്ചി, ഇഞ്ചി വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് ഉണ്ടാക്കണം, എണ്ണ എത്ര ഒന്നും വേണ്ട. ഓക്കെ, അത് ഭയങ്കര സമാധാനപരമായിട്ടുള്ള ഒരു കമൻറ്റായിട്ട് എനിക്ക് തോന്നിയിട്ട്. ഇതൊക്കെ കഴിച്ചാൽ കൊളസ്ട്രോൾ വേഗം മാറിക്കിട്ടും. ഓക്കെ, എണ്ണ കമ്പനി വല്ലതും ഉണ്ടോയെന്ന്? ഇല്ല, ഞങ്ങൾ എണ്ണ പൈസ കൊടുത്തിട്ട് തന്നെ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ? നമ്മുടെ ട്രൈപോഡ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കമൻസൊക്കെ നമുക്ക് പിന്നീട് വായിക്കാം അല്ലേ. എൻ്റെ വ്ളോഗിൽ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല കമൻറ്റ് വായിച്ചിട്ട്. അങ്ങനെ ട്രൈപോഡൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വന്ന് ഞാൻ വിശക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മുടെ ബാംഗ്ലൂർ ജ്യൂസിലാണ് കയറിയത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞെട്ടണ്ട, ഫ്രണ്ട് ക്യാമറ വെച്ചപ്പോഴാണ് നമ്മുടെ ഒരു സ്കിന്നിൻ്റെ കളർ ഇങ്ങനെ ആയത് കേട്ടോ. ഓവർ മേക്കപ്പ് ചെയ്ത പോലെ ഉണ്ടല്ലേ, ഒരുമാതിരി ഉണ്ട്. ഫിൽറ്റർ ഇടാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വെച്ചു. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ്. ഇക്കൊക്കെ കണ്ടില്ല, ഇക്കാനെ ഞാൻ എടുത്തു കൊടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഡ്രൈ ഫ്രൂട്ട് ലസ്സി പിന്നെ സമോന വന്നു കേട്ടോ. സമോന എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലസ്സി ഞാൻ കഴിക്കാറേ ഇല്ല, പക്ഷേ ഇവിടുത്തെ ലസ്സി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ അവരോട് പറയുകയും ചെയ്തു കേട്ടോ, തിരിച്ചു വരുമ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ലസ്സി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു. നമ്മൾ പിന്നെ പോസിറ്റീവ് എവിടെ കണ്ടാലും പറയും, നെഗറ്റീവ് കണ്ടാലും പറയും, ഇല്ല എന്നല്ല, എന്നാലും പോസിറ്റീവാണ് കൂടുതൽ പറയാൻ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ഇരുന്നിട്ട് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. ഈ ഒരു മിനി വ്ളോഗ് ഞാൻ ഫുഡായിട്ട് ചെയ്ത ആ സമയത്ത് എടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് നിൻ്റെ ഡയറ്റൊക്കെ പൊട്ടിയില്ലേ എന്ന് ചോദിച്ചത്. തൽക്കാലം പൊട്ടിച്ചതാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കംപ്ലീറ്റ് പൊട്ടിച്ചു എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്തു. വളരെ മാന്യമായിട്ടുള്ള റേറ്റാണ് കേട്ടോ അവിടെ. എനിക്ക് അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ഡ്രൈ ഫ്രൂട്ടൊക്കെ ഇട്ടിട്ട് ഒരുപാട് റേറ്റൊന്നും അവർ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര തൃപ്തി തോന്നിട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ എൻഡിൽ നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു റെസിപ്പിയും കൂടി കാണാം. അപ്പം അയൻകുട്ടി ഇതാ വന്ന് വാതിലൊക്കെ ഗേറ്റൊക്കെ തുറന്ന് തരികയാണ്. ഇന്ന് കുറേ വെള്ളി വീഴുന്നുണ്ട് അല്ലേ, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈയോടുകൂടി ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. ചിക്കൻ ഫ്രൈ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഇതോടുകൂടി അവസാനിപ്പിച്ചോളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ പെരി പെരി മസാലയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എന്താ ഗാർലിക് പൗഡർ ഏകദേശം 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയിലോട്ട് കംപ്ലീറ്റ് പൗഡറാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതിനുശേഷം ജിഞ്ചർ പൗഡർ എടുത്തിട്ടുണ്ട്, അതും ഒരു 3/4 ഭാഗം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വൈറ്റ് പെപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല. അതും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒനിയൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ലുലു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെ ചില്ലി ഫ്ലെക്സ് ഇതുപോലെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഇച്ചിരി പഞ്ചസാര മതി കേട്ടോ, ഇതുപോലെ. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പാർസ്ലി ആണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഏകദേശം ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഏകദേശം 1/2 സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒറിഗാനോ ആണ്. ഇത് നമുക്ക് ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും കേട്ടോ. അതും ഏകദേശം ഒരു 1/2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സംഭവമല്ലേ നമുക്ക് എല്ലാറ്റിലും യൂസ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്തതിൽ മേലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്യാം. അല്ല നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാലയാണ്. എന്തായാലും നമുക്ക് തൽക്കാലം ഇതുകൊണ്ട് ചിക്കൻ ഫ്രൈ ആക്കാം. അപ്പോൾ ഞാനിവിടെ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്, അല്ലാത്ത 2-3 വലിയ പീസും എടുത്തിട്ടുണ്ട് കേട്ടോ. ലെഗ് പീസ് ഇതുപോലെ നന്നായിട്ട് വരഞ്ഞെടുക്കണം, കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഇതിലോട്ട് ഞാൻ 2 സ്പൂണ് ഡാർക്ക് സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോയാ സോസ് ഒഴിച്ചു കൊടുത്താൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന മസാലയ്ക്ക് പെട്ടെന്ന് ചിക്കനിലോട്ട് അബ്സോർവ് ആകും. അതുപോലെ തന്നെ നല്ലൊരു കളറ് കിട്ടും. പിന്നെന്താ നല്ല സോഫ്റ്റ് ആവും, പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ പെരി പെരി മസാല ഒരു 3 സ്പൂണാണ് കേട്ടോ ഞാൻ ഈ പെരി പെരി മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഇതെന്ത് കളറ്, ഒരു മൊഞ്ചൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ കാണും കേട്ടോ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എക്സ്ട്രാ നമുക്ക് ഇതിലോട്ട് പേസ്റ്റുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ മസാല ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പതുക്കെ അതിൻ്റെ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കളർ ചേഞ്ച് ആവുന്നത് മനസ്സിലാവുന്നില്ലേ? നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി നിങ്ങൾ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ ഈ ഒരു ചിക്കന് നമുക്ക് തലേദിവസം മസാല കൂട്ടി വയ്ക്കാം. എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടും. ഞാനിവിടെ തൽക്കാലം ഷാലോ ഫ്രൈ ഇല്ലേ അതാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 2-3 മണിക്കൂറിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായ ശേഷം ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരണേ ഉള്ളൂ അല്ലേ. അപ്പോൾ ലാസ്റ്റത്തെ പീസ് വെക്കുമ്പോഴത്തേന് കംപ്ലീറ്റ് ചൂടായി. അപ്പോൾ കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ കാണാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അടി പിടിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒരു കുറച്ച് സമയം കൂടുതലായപ്പം ആണ് ഈ ഒരു സംഭവം ഇവിടെ സംഭവിച്ചത്. കരിഞ്ഞൊന്നുമില്ല, അതിൻ്റെ മസാല ഇച്ചിരി അടിയിൽ പോയി അങ്ങ് പിടിച്ചു, അതാണ് സംഭവിച്ചത്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നെക്സ്റ്റ് സൈഡ് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമുക്കൊരു ഹാർട്ട് ചിഹ്നം തരിക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഹാർട്ട് തരിക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.